നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരു വ്യക്തി നിങ്ങളെ തനിച്ചാക്കിപ്പോയ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കൂടെയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും കരുതുന്നവർ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൂന്യതയെക്കുറിച്ച്, ആ ഒരു വേദനയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ശാരീരികമായ ഒരു മുറിവിനേക്കാൾ വലിയ വേദനയായിരിക്കും മനസ്സിനേൽക്കുന്ന ഇത്തരം ആഘാതങ്ങൾ നൽകുന്നത്. ഒറ്റപ്പെടലിന്റെ ആ ഇരുണ്ട നിമിഷങ്ങളിൽ 1000 ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും നമ്മൾ തികച്ചും ഏകാന്തരാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ് നാം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ചിലർ നമ്മുടെ കണ്ണുനീരിന് യാതൊരു വിലയും നൽകാതെ നടന്നു അകലുന്നത്? ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത തുടങ്ങുന്നത്. നമ്മളിൽ പലരും സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവരാണ്. ജീവിതത്തിൽ എന്തു വലിയ പ്രതിസന്ധി വന്നാലും തോളിൽ കൈയിട്ട് ആശ്വസിപ്പിക്കാൻ, കൂടെ നിൽക്കാൻ കുറച്ച് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് വലിയൊരാശ്വാസമാണ്. സ്വന്തം കുടുംബത്തോട് പോലും പറയാൻ കഴിയാത്ത പല രഹസ്യങ്ങളും സങ്കടങ്ങളും നാം പങ്കുവെക്കുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടാണ്. എന്നാൽ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയാണോ? അവർ ശരിക്കും നിങ്ങളുടെ നന്മയാണോ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. ചിലർ നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം പങ്കുചേരാൻ വരുന്നവരാണ്. നമ്മുടെ പോക്കറ്റിൽ പണമുള്ളപ്പോൾ, നമ്മുടെ സമയം നല്ലതായിരിക്കുമ്പോൾ, നമ്മുടെ സ്വാധീനം വലുതായിരിക്കുമ്പോൾ അവർ എപ്പോഴും നമ്മുടെ ചുറ്റും കാണും. എന്നാൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ചെറിയ സഹായം ആവശ്യമായി വന്നാൽ അവരെ പിന്നെ ആ പരിസരത്ത് എങ്ങും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ഫോൺ കാളുകൾക്ക് മറുപടി ഉണ്ടാകില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമുണ്ടാകില്ല. ഇവിടെയാണ് വളരെ പ്രശസ്തവും അർത്ഥവത്തുമായ ആ പഴയ വാചകത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോശം സ്വഭാവമുള്ള സുഹൃത്ത് ഒരു പാമ്പിനേക്കാൾ അപകടകാരിയാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഒരു പാമ്പിനോട് ഉപമിച്ചിരിക്കുന്നത്? ഒരു പാമ്പ് അപകടകാരിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മെ കടിക്കാൻ സാധ്യതയുണ്ടെന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിൽ നിന്ന് അകലം പാലിക്കും. പാമ്പിനെ കണ്ടാൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കും. എന്നാൽ ഒരു മോശം സുഹൃത്ത് അങ്ങനെയല്ല. അവർ സ്നേഹത്തിന്റെ, കരുതലിന്റെ, ആത്മാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴാണ് നമ്മളെ ചതിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയില്ല. പാമ്പിന്റെ വിഷം ശരീരത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ ഒരു വ്യാജ സുഹൃത്തിന്റെ വിഷം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നമ്മുടെ ജീവിതത്തെ തന്നെയുമാണ് ഇല്ലാതാക്കുന്നത്. പാമ്പ് സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാകും പലപ്പോഴും കടിക്കുന്നത്. എന്നാൽ ഒരു ദുഷിച്ച സുഹൃത്ത് നമ്മെ ദ്രോഹിക്കുന്നത് അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും ചിലപ്പോൾ വെറുമൊരു വിനോദത്തിനും വേണ്ടിയാകാം. എത്ര ഭയാനകമാണ് ഈ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. സ്വാർത്ഥരായ സുഹൃത്തുക്കൾ എപ്പോഴും അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് കൂട്ടുചേരുന്നത്. അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്ത് വില കൊടുത്തും നിങ്ങളെ തേടിവരും. നിങ്ങളെ വാനോളം പുകഴ്ത്തും. ലോകത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കും. നിങ്ങളുടെ സമയവും ഊർജവും പണവും അവർ അവരുടെ ആവശ്യങ്ങൾക്കായി സമർത്ഥമായി ഉപയോഗിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങൾക്ക് അവരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അവർ പലതരം തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറും. നിങ്ങൾ അനുഭവിക്കുന്ന വേദന അവർക്ക് ഒരു വിഷയമേ ആയിരിക്കില്ല. ഇത്തരം ആളുകളെ തിരിച്ചറിയുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യാപകരാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അനുഭവം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ഓർക്കുക. അത്തരം വ്യാജബന്ധങ്ങളെ തിരിച്ചറിയാൻ ഇത് മറ്റുള്ളവർക്കും ഒരു സഹായമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വ്യക്തിത്വത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന ആളുകളുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എങ്കിൽ അറിയാതെ തന്നെ ആ സ്വഭാവങ്ങൾ നമ്മളിലേക്കും കടന്നുവരും. നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കാൻ അവർക്ക് വളരെ വേഗം കഴിയും. എന്നാൽ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള, കഠിനാധ്വാനം ചെയ്യുന്ന, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടെയാണെങ്കിലോ നമ്മളും അവരെപ്പോലെ വളരാൻ ശ്രമിക്കും. അവരുടെ ഊർജം നമ്മളിലേക്കും പകരും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള 5 ആളുകൾ ആരാണോ അതായിരിക്കും നിങ്ങളുടെ ഭാവിയുമെന്ന് പറയുന്നത് തികച്ചും സത്യമാണ്. പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ നമുക്ക് വലിയ മടിയാണ്. വർഷങ്ങളായുള്ള സൗഹൃദമല്ലേ, പെട്ടെന്ന് എങ്ങനെ ഒഴിവാക്കും, അവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ കുറ്റം പറയുമോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇത് ഒരുതരം മാനസികമായ അടിമത്തമാണ്. എന്നാൽ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന, നിങ്ങളുടെ വളർച്ചയെ എപ്പോഴും തടസ്സപ്പെടുത്തുന്ന, നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ബന്ധം എന്തിനാണ് നിങ്ങൾ ഒരു ഭാരം പോലെ ചുമന്നു നടക്കുന്നത്? ഒരു മരത്തിൽ കേടുവന്ന ഒരു കൊമ്പുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുന്നത് ആ മരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ നന്നായി വളരാൻ വേണ്ടിയാണ്. അത് മരത്തോടുള്ള ക്രൂരതയല്ല, മറിച്ച് ആ മരത്തിന്റെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു കാര്യമാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് ദോഷം ചെയ്യുന്ന, നമ്മുടെ മാനസികാരോഗ്യം കെടുത്തുന്ന ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നാം ഒരിക്കലും മടിക്കാൻ പാടില്ല. അത് സ്വാർത്ഥതയല്ല, സ്വയം സ്നേഹിക്കുന്നതിന്റെ ലക്ഷണമാണ്. ചില സുഹൃത്തുക്കൾ നമ്മെ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വസ്ത്രധാരണത്തെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ അവർ നിരന്തരം പുച്ഛിച്ചു തള്ളും. നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, നീ വെറുമൊരു പരാജയമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മവിശ്വാസം കെടുത്താൻ അവർ ശ്രമിക്കും. ഇത്തരം ആളുകൾ അവരുടെ സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെക്കാൻ വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നവരാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഏറ്റവും ആദ്യം അകറ്റി നിർത്തേണ്ടത്. എങ്ങനെയാണ് ഇത്തരം ആളുകളെ ഒഴിവാക്കുക? ഒറ്റയടിക്ക് ഒരു വലിയ വഴക്കുണ്ടാക്കി പിരിയണം എന്നല്ല ഇതിനർത്ഥം. പതുക്കെ അവരുമായുള്ള അകലം കൂട്ടുക. അവരുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഓടിച്ചെല്ലുന്ന ശീലം നിർത്തുക. ഇല്ല എന്ന് പറയാൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് സാധിക്കില്ല എന്ന് മുഖത്തു നോക്കി പറയാൻ നമ്മൾ പഠിക്കണം. തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായി തോന്നും, അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ ഓർക്കുക, സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എപ്പോഴും നിങ്ങളെ വളരാൻ സഹായിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ് ജീവിതത്തിലെ വിജയത്തിന്റെ ഒരു പ്രധാന താക്കോൽ. നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന, നിങ്ങൾ വീണുപോകുമ്പോൾ ഒന്ന് പിടിച്ചുയർത്താൻ തയ്യാറാകുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ. അവരോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ മുന്നേറാനുമുള്ള വലിയൊരു ഊർജം നൽകും. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, എന്നാൽ നിങ്ങളെ സ്നേഹത്തോടെ തിരുത്തുന്ന സുഹൃത്തുക്കളെ കൂടെ നിർത്തുക. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അതിലെ സാധ്യതകളും ബുദ്ധിമുട്ടുകളും സത്യസന്ധമായി പറഞ്ഞുതരുന്നവർ ആയിരിക്കണം സുഹൃത്തുക്കൾ. അല്ലാതെ അന്ധമായി നിങ്ങളെ പിന്തുണക്കുകയും പിന്നീട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാറി നിന്ന് ചിരിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കരുത്. അത്തരം നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തുക എന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. എന്നാൽ ഒരുപാട് വ്യാജ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെങ്കിൽ പോലും തെറ്റായ ആളുകളുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തനിച്ചു നിൽക്കുന്നതാണ്. ജീവിതം വളരെ ചെറുതാണ്. അത് നമ്മെ അർഹിക്കാത്ത, നമ്മെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല. സ്വാർത്ഥരായ ആളുകളെ തിരിച്ചറിയാനും അവരുടെ മുഖംമൂടികൾ വലിച്ചുകീറാനും അവരെ ജീവിതത്തിൽ നിന്ന് ധൈര്യപൂർവ്വം ഒഴിവാക്കാനും പഠിക്കുക. അത് നിങ്ങൾക്ക് നൽകുന്ന സമാധാനം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക. അതിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആത്മാർത്ഥതയില്ലാത്ത 100 സുഹൃത്തുക്കളേക്കാൾ നല്ലത് സത്യസന്ധനായ ഒരു ശത്രുവാണ്. കാരണം ശത്രു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അതിനാൽ നിങ്ങളുടെ സൗഹൃദങ്ങളെ ഇന്ന് തന്നെ വിലയിരുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അത് ശരിയായ ആളുകൾക്കൊപ്പം മാത്രം ചെലവഴിക്കുക.